കിടന്നുറങ്ങിപ്പോയി എന്നുള്ളത് നേരാ. അല്ലാതെ ഇവിടെ അങ്ങനെ മിണ്ടരുത്. തെളിവടക്കുവാ ഞാൻ ചോദിക്കുന്നത്. ഇനി എന്നോട് കള്ളത്തരം പറഞ്ഞാലുണ്ടല്ലോ. പ്രിയേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വരുൺ എവിടെയോ ദൂരെ ഗസ്റ്റ് ഹൗസിലല്ലേ? എന്നിട്ട് വരുൺ എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞോ? എന്താ എന്താ മോളെ? അമ്മേ, ഇന്നലെ രാത്രി വരുൺ ഇവിടെ വന്നിരുന്നോ? ഇല്ല. കാര്യം എന്താ പ്രിയങ്കേ? എന്താടി? എനിക്കറിയില്ല ചെറിയമ്മേ. ഉറക്കത്തിന്ന് വിളിച്ച് പ്രിയങ്ക എന്നോട് ഇത് ചോദിച്ചു. ഒരു കാര്യമില്ലാതെ പ്രിയങ്ക മോൾ ഇങ്ങനെ ചോദിക്കില്ലല്ലോ. കാര്യമുണ്ട് ചെറിയമ്മേ. ദേ ഇത് കണ്ടോ? ഞാൻ വരുമ്പോ ഈ ഗിഫ്റ്റ് ഇവിടെ മേശപ്പുറത്തിരിക്കായിരുന്നു. ഓ, ഈ ഗിഫ്റ്റിന്റെ കാര്യമാണോ? ഞാനത് രാധികമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാ. അവക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മേശപ്പുറത്ത് വെച്ചതാ. കൊള്ളാം മുത്തശ്ശി, ഗിഫ്റ്റിന്റെ കാര്യം അങ്ങനെ ആയിക്കോട്ടെ. ഈ കുറിപ്പ് മുത്തശ്ശി വെച്ചതാണോ? അമ്മ നോക്കി. എന്റെ സ്വന്തം രാധികയ്ക്ക് എന്താ അമ്മേ, ഇത് അമ്മ എഴുതിയതാണോ? അല്ല, അങ്ങനെ എഴുതുന്നോണ്ട് എന്താ കുഴപ്പം? നമ്മുടെ കുട്ടികളെ സ്വന്തം കുട്ടിയാന്ന് പറയില്ലേ? എടുത്തി, ഇതിൽ ഒരു സംശയം വേണ്ട. ഇന്നലെ രാത്രിയിൽ വരുൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇവളുടെ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ എല്ലാത്തിനും കൂട്ടാണല്ലോ. ഇന്നലെ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി പരിശോധിച്ചതല്ലേ? അപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടതാരാ? അമ്മയല്ലേ? എന്തായിരുന്നു തിടുക്കം ഞങ്ങളോട് പോയി കിടന്നുറങ്ങാൻ പറയാൻ? ഉർവശി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിക്കണ്ട. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. വേണ്ടമ്മേ, അമ്മ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ ചതിക്കും അമ്മ. ചേച്ചി, മുത്തശ്ശി, എല്ലാരും അതെ. പ്രിയേ, സ്വന്തം പേരക്കുട്ടിയെ വേറൊരു പെണ്ണിന്റെ മുറിയിലേക്ക് വഴി കാണിക്കുന്ന ഇവരെ എന്താ വിളിക്കണ്ടേ? പ്രിയങ്കേ, പ്രിയങ്കേ, സ്ഥാനം മറന്ന് സംസാരിക്കണ്ട. എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നേ? എന്നും ഞാൻ ചേച്ചിയുടെ മുൻപിൽ രണ്ടാം തരക്കാരി ആയിട്ടല്ലേ ഉള്ളൂ. മതിയായില്ലേ എപ്പോഴും? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അത് എന്റെ ഗതികേടോ. മതിയടി കള്ളക്കണ്ണീർ ഒലിപ്പിച്ചത്. ഉർവശി, കൽപ്പനയ്ക്ക് ഫോൺ ചെയ്. വരുൺ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടോന്ന് ചോദിച്ചു നോക്ക്. അതെ, അമ്മയോടെ പോവാ. നിങ്ങളുടെ തെളിവെടുപ്പൊക്കെ കഴിയട്ടെ. ശിക്ഷ വിധിക്കുമ്പോ വന്നാ മതിയല്ലോ. ആ, നീയേ അവളെ ഒന്ന് വിളിക്കേ.